ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ ഒരു ഈസി റെസിപ്പിയാണ് കാണിക്കുന്നത്. ഇറച്ചിച്ചോറ്. നമ്മൾ വീട്ടിൽ ഇറച്ചിക്കറിയൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് മിച്ചം ബാക്കി വരുന്ന ഇറച്ചിക്കറി ഇരിപ്പുണ്ടെങ്കിൽ അതുകൊണ്ട് നമുക്ക് എങ്ങനെ പെട്ടെന്ന് ഒരു സ്പെഷ്യൽ ഐറ്റം ഉണ്ടാക്കാം, ഒരു വെറൈറ്റി ഐറ്റം ഉണ്ടാക്കാം എന്നുള്ളതാണ് ഞാനിന്ന് കാണിച്ചു തരുന്നത്. അതിനായിട്ട് ഞാൻ ഇപ്പം നല്ല കടായി എടുത്ത് വെച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണയാണ് ഇതിന് ഞാൻ യൂസ് ചെയ്യുന്നത്. വെളിച്ചെണ്ണ ഞാൻ കുറച്ചൊഴിച്ചിട്ടുണ്ട് ആദ്യം തന്നെ. എന്നിട്ട് അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കിനും കടുകും ഓരോ കാര്യങ്ങളും നമുക്കിട്ടിട്ട് തുടങ്ങാം. ഇപ്പം ഞാൻ കടുക് ഇട്ടിട്ടുണ്ട്. ഇനി അതൊന്ന് പൊട്ടി വരട്ടെ. ഇനി കടുക് ഒന്ന് പൊട്ടാൻ തുടങ്ങുമ്പോഴത്തേക്കിനും തന്നെ ഒന്ന് രണ്ട് ഏലക്ക, 3-4 ഗ്രാമ്പു, പട്ട, പിന്നെ ബേ ലീഫ്, ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം കൂടെ നമ്മൾ ചേർക്കുക. അതൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്കിനും തന്നെ ഓൾറെഡി നമ്മുടെ കയ്യിൽ കറി വെച്ചതിൻ്റെ ബാക്കി കറി വെച്ചിരിക്കുന്ന ഇറച്ചിയാണല്ലോ ഇരിക്കുന്നത്. അതുകൊണ്ട് ഇനി ഇറച്ചിയുടെ പ്രിപ്പറേഷൻസ് ഒന്നും ഞാനിതിനകത്ത് കാണിക്കുന്നില്ല. അപ്പം ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ബീഫാണ്. മട്ടൺ യൂസ് ചെയ്യാം, ചിക്കൻ യൂസ് ചെയ്യാം, ബീഫ്, ഏത് ഇറച്ചിയും നമുക്ക് ഈ ഒരു ഇറച്ചിച്ചോറിന് നമുക്ക് യൂസ് ചെയ്യാം. ഇപ്പോൾ എൻ്റെ കയ്യിലിരുന്നത് ബീഫായിരുന്നത് കൊണ്ടാണ് ഞാൻ ബീഫിൽ കാണിച്ചു തരുന്നത്. അപ്പോൾ സാധാരണ ബീഫ് കറി വെക്കുന്ന പോലെ തന്നെ വെക്കുക. കുറച്ച് മസാല കൂടുതലുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. ആവശ്യത്തിന് ബീഫ് ചേർക്കുക. ഈ ഇറച്ചിച്ചോറ് ഉണ്ടാക്കാനായിട്ട് ഞാൻ ഈ ഇറച്ചിയിലുള്ള മസാല തന്നെയേ ഉള്ളൂ ഞാൻ ആഡ് ചെയ്യുന്നുള്ളൂ. അല്ലാണ്ട് വേറെ എക്സ്ട്രാ മസാലാസ് ഒന്നും ഞാൻ ഇടുന്നില്ല. കുറച്ച് ഉപ്പും കൂടി ഞാൻ ഇട്ട് കൊടുത്തു. ചോറും കൂടെ ചേർക്കുമ്പോൾ കറക്റ്റായി വരാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോഴേ ഉപ്പിട്ട് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഏറ്റവും അവസാനം ഇച്ചിരി പെരിഞ്ചീരകവും കൂടെ പൊടിച്ച് ചേർക്കുന്നുണ്ട്, കുറച്ച് കുരുമുളകും. അത്രയും ഞാൻ ഇതിനകത്ത് എക്സ്ട്രാ ആയിട്ട് ചെയ്യുന്നുള്ളൂ. ഇത് മിച്ചം വരുന്ന ഇറച്ചിക്കറിയും കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു ഐറ്റം ആയതുകൊണ്ടാണ്, അങ്ങനെ ഉണ്ടാക്കുന്ന ഒരു ഇറച്ചിച്ചോറായതുകൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത് കേട്ടോ. പിന്നെ ഈ സമയത്ത് നമ്മളൊന്ന് ചൂടാക്കി വെച്ചേക്കണം ഈ ചോറ്. ഏത് ചോറിലും നമുക്ക് റെഡിയാക്കാം. ഞാൻ വീട്ടിൽ ഉപയോഗിക്കുന്ന മുട്ട അരിയും കൊണ്ടുണ്ടാക്കുന്ന ചോറാണ്, അതുകൊണ്ടാണ് ഞാനത് ആഡ് ചെയ്യുന്നത്. ഒന്ന് ചൂടാക്കി ചേർക്കുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്കത് റെഡിയാക്കി എടുക്കാവുന്നതാണ്. തണുത്ത ചോറ് ചേർക്കുന്നതിലും നല്ലത് ചൂട് ചോറ് ചേർക്കുന്നതാണ്. ബസുമതി അരിയിലാണ് നിങ്ങൾ റെഡിയാക്കേണ്ടതെങ്കിൽ അങ്ങനെ റെഡിയാക്കാം. പക്ഷേ എനിക്ക് ടേസ്റ്റ് തോന്നിയിരിക്കുന്നത് നമ്മുടെ കുത്തിരിച്ചോറിൽ തന്നെ ചെയ്യുമ്പോഴാണ്. അപ്പോഴാണ് കറക്റ്റ്, അതായത് ആ വെളിച്ചെണ്ണയും ആ കുത്തിരിച്ചോറും കൂടെ വരുമ്പോഴാണ് കറക്റ്റ് അതിൻ്റെ കോമ്പിനേഷൻ റെഡിയായി വരുന്നത്. ഈ സമയത്ത് കുറച്ച് കുരുമുളകും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഏത് ചോറിലും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഉഗ്രനൊരു ഇറച്ചിച്ചോറായിരിക്കും ഇത്. വളരെ ഈസിയല്ലേ ഇത് ചെയ്യാനായിട്ട്. വളരെ നമ്മുടെ കയ്യിൽ മിച്ചം വന്ന് തലേദിവസത്തെ ചോറുണ്ടെങ്കിൽ അത് ചൂടാക്കി ചേർത്താലും മതി. ഇത് രാവിലെ ഒരു ഐറ്റമായിട്ടും ഒക്കെയാണ് പണ്ട് കാലത്ത് ഇത് ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെയാണ് രാവിലത്തെ നമ്മൾ പഴങ്കഞ്ഞിയൊക്കെ കുടിക്കുന്നത് പോലെ തന്നെ ഉണ്ടായിരുന്ന ഒരു ഐറ്റമാണ് ഇറച്ചിച്ചോറ്. അത് തലേദിവസത്തെ ചോറ് മിച്ചം വന്നേക്കുന്നതിനകത്തും ഇറച്ചിക്കറി മിച്ചം വന്നേക്കുന്നതിനകത്തും ചെയ്ത് എടുക്കുന്ന ഒരു ഐറ്റമാണ് ഇറച്ചിച്ചോറ്. ഈ സമയത്ത് നമുക്ക് കുറച്ച് കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കാം. കറിവേപ്പിലയാണ് ഇതിന് മണം നൽകുന്നത്. മല്ലിയിലയും പുതിനയിലയും ചേർക്കണമെങ്കിൽ ചേർക്കാം, ചേർത്തില്ലെങ്കിലും ഒരു കുഴപ്പമില്ല. പക്ഷേ വെളിച്ചെണ്ണയും കറിവേപ്പിലയുമാണ് ഇതിൻ്റെ മണം, നമുക്ക് അതിൻ്റെ ടേസ്റ്റും നിൽക്കുന്നത്. എത്ര ചോറ് വേണോ അത്രയും ചോറ് നമ്മൾ ആഡ് ചെയ്യുക. എത്ര ചോറ് ചേർത്താലും അതൊന്ന് ചൂടാക്കി എടുക്കുക. ഒന്നുകിൽ ഓവനിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും നമ്മളൊന്ന് ചോറ് എങ്ങനെയാണോ നമ്മൾ സാധാരണ വീട്ടിൽ ചൂടാക്കുന്നത് അതുപോലെ ചൂടാക്കിയിട്ട് വേണം ചേർക്കാനായിട്ട്. അതായത് ഇത് വെള്ളം ഒഴിച്ചിട്ട് പിന്നെ നമ്മൾ ഒരുമിച്ചിട്ട് തിളപ്പിക്കുകയോ ഒന്നും നമ്മളിതിനകത്ത് ചെയ്യുന്നില്ല. എല്ലാം വെന്ത സാധനങ്ങളാണ്, അതിട്ട് മിക്സ് ചെയ്ത് നമ്മൾ എടുക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. ഒരു സ്പൂണ് വെളിച്ചെണ്ണയും കൂടെ ഞാൻ ചേർത്ത് കൊടുത്തു. വെളിച്ചെണ്ണ ചേർത്താൽ മതി. റിഫൈൻഡ് ഓയിലും കുഴപ്പമില്ല. ഇപ്പോൾ വെളിച്ചെണ്ണയുടെ മണമൊന്നും ഇഷ്ടമില്ലാത്തവർക്ക് റിഫൈൻഡ് ഓയിൽ ചൂസ് ചെയ്യാം കേട്ടോ, അതിന് കുഴപ്പമൊന്നുമില്ല. ഈ സമയത്തേക്ക് ഞാൻ ആ വറുത്ത് പൊടിച്ച് വെച്ചിരിക്കുന്ന ഒന്ന് ചെയ്യുക. പെരിഞ്ചീരകം ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ട് പൊടിച്ച് കൂടെ ഈ അവസാന നിമിഷത്തിൽ നമ്മൾ ചേർത്ത് കൊടുക്കുക. അപ്പോഴാണ് ആ മണം അതിൽ നിൽക്കുന്നത്. ഒത്തിരി മസാല മണമൊക്കെ വന്നു കഴിഞ്ഞാലും ഇതിൻ്റെ ടേസ്റ്റിന് വ്യത്യാസം വരുമല്ലോ. ഒത്തിരി മസാല ചേർക്കുന്നത് ഏത് കറിക്കും അഴുക്കാണ്. കറക്റ്റിനുള്ള അളവിലാണ് ഇപ്പോൾ എല്ലാം നിൽക്കുന്നത്. അതുകൊണ്ട് വെള്ളമൊന്നും ചേർക്കരുത്. വെള്ളമൊന്നും ചേർത്ത് കഴിഞ്ഞാൽ അത് കറക്റ്റായിട്ട് വരത്തില്ല, കുഴഞ്ഞു പോകും. ഇതാവുമ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ കറക്റ്റ് അളവിൽ നല്ല ചോറും ബീഫും എന്നാൽ കുഴയത്തുമില്ല, എന്നാൽ എല്ലാം നല്ലതായിട്ട് മിക്സായിട്ടിരിക്കുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനെ വേണം ഇത് ചെയ്യാനായിട്ട്. നമ്മുടെ കയ്യിൽ മിച്ചം വന്ന ചോറും കുറച്ച് ഇറച്ചിക്കറിയും കയ്യിലുണ്ടെങ്കിൽ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും വേണമെങ്കിൽ ഇത് തന്നെ ആക്കാം നമുക്ക്. ഈ സമയത്ത് കുറച്ച് കുരുമുളക് പൊടിയും കൂടെ വേണമായിരുന്നു, അതും കൂടെ ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പം
ഇപ്പോൾ ഓഫീസിലൊക്കെ പോകുന്നവർക്ക് രാവിലെ പെട്ടെന്ന് ടിഫിന് കറിയൊന്നും ഇല്ലേ എന്ന് പറഞ്ഞ് വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. കയ്യിലുള്ള ഇങ്ങനത്തെ കറികളുണ്ടെങ്കിൽ ഇറച്ചിയോ പിന്നെ ചിക്കനോ ബീഫോ മട്ടനോ എന്തെങ്കിലും കയ്യിലുണ്ടെങ്കിൽ അതും കൊണ്ട് പറ്റുന്ന രീതിയിൽ നമുക്ക് പെട്ടെന്ന് ടിഫിൻ റെഡിയാക്കാൻ പറ്റും കേട്ടോ. കുട്ടികൾക്കായാലും രാവിലെ സമയം പോയി എന്ന് പറഞ്ഞ് പേടിക്കേണ്ട കാര്യമില്ല. ഉച്ചയ്ക്ക് ടിഫിൻ ക്യാരി ചെയ്യുന്നുണ്ട് പിള്ളേരാണെങ്കിൽ ഇങ്ങനെ നമുക്ക് പെട്ടെന്ന് അമ്മമാർക്ക് റെഡിയാക്കി കൊടുക്കാൻ പറ്റും. ഓഫീസിലെ പേർക്ക് നല്ലൊരു ഡിഷാണ്. ഇതൊരു വാഴയിലയിൽ കൂടെ പൊതിഞ്ഞെടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ ടേസ്റ്റി ആയിരിക്കും. കുറച്ച് വെളിച്ചെണ്ണ ഇതിന് കൂടുതൽ വേണേ. ഞാനിപ്പോൾ ഓൾറെഡി എല്ലാം കൂടി ഒരു 3 സ്പൂൺ വെളിച്ചെണ്ണ ഞാനിപ്പോൾ ഇട്ടിട്ടുണ്ട്. ഇതെൻ്റെ വെളിച്ചെണ്ണ കട്ടയായിട്ടിരിക്കുന്നതുകൊണ്ടാണ് അങ്ങനെ ഇരിക്കുന്നത്. അതപ്പോൾ അങ്ങ് മെൽറ്റ് ആയിക്കോളും. ആ ചൂടടിച്ച് എല്ലാം കൂടെ ഒന്ന് തത്തിപ്പൊത്തി വെച്ച് അവിടെ നന്നായിട്ടിരുന്നു ചെറിയ തീയിൽ അവിടെ ഇരുന്നോട്ടെ. അവിടെ ഇരുന്ന് നന്നായിട്ടൊന്ന് ആവി കയറി വരട്ടെ കേട്ടോ. സംഭവം റെഡി ആയി കഴിഞ്ഞു. ഞാനിത് ഇറച്ചിച്ചോറെന്നുള്ള രീതിയിൽ തന്നെയും വെച്ച് നോക്കിയിട്ടുണ്ട്. പക്ഷേ അതിലും എനിക്ക് ടേസ്റ്റ് തോന്നിയത് ഇങ്ങനെ ഞാൻ വെച്ച് നോക്കിയപ്പോഴാണ്. അതായത് കുറച്ച് നേരം അത് ഇരുന്ന ഒരു ബീഫ് നമ്മൾ കൂട്ടിക്കഴിഞ്ഞ് ഒരു 5-8 മണിക്കൂർ ഇരുന്നപ്പം അതിൻ്റെ മസാല എല്ലാം ഇറച്ചിയെ പിടിച്ച് നല്ല സെറ്റായിട്ടിരിക്കുന്ന ഇറച്ചിക്കറിയാണ്. അതുകൊണ്ട് ആ ഒരു രുചി എന്തായാലും ഈ ഇറച്ചിച്ചോറിന് ഹൈലൈറ്റായിട്ട് തന്നെ നിൽപ്പുണ്ട്. അപ്പോഴേ ഇത് ബാച്ചിലേഴ്സിന് നല്ലൊരു ഐറ്റമാണ്. ടിഫിനെ പറ്റിയ നല്ലൊരു ഐറ്റമാണ്. നമുക്ക് ജസ്റ്റ് ഒന്ന് അടച്ചു കൊടുക്കാം. ഒന്ന് അവിടെ ഇരിക്കട്ടെ. ആ സമയത്ത് വേറെ എന്തെങ്കിലും പരിപാടികളുണ്ടെങ്കിൽ നമുക്ക് ചെയ്ത് തീർക്കാം. കുറച്ച് നേരം ഒരു 2-3 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കിന് നമുക്ക് തീയൊക്കെ ഓഫാക്കി അവിടെ ഇരുന്നോട്ടെ. അത് സെറ്റായി അവിടെ ഇരുന്നോളൂ. നമുക്ക് തുറന്നു നോക്കാം. സെറ്റായിട്ട് ഇരിപ്പുണ്ട് സാധനം. റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, അടിക്കൊന്നും പിടിച്ചിട്ടില്ല. നല്ല ആവിയൊക്കെ കയറി എല്ലാം നല്ല കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ആ വെളിച്ചെണ്ണ അവസാനം ഒന്ന് ഒഴിച്ചു കൊടുത്തുകൊണ്ട് നല്ലൊരു ഗ്ലേസിങ് ഒക്കെ ഉണ്ട് എല്ലാത്തിനും. ഇനി ഞാൻ എൻ്റെ വക ഒരു ടിപ്പ് ഞാൻ ചെയ്യുന്നുണ്ട് ഇതിനകത്ത്. ശരിക്കും ഇതിൻ്റെ ഉണ്ടെന്ന് തോന്നുന്നില്ല. എന്നാലും ഞാൻ ഈ ചെയ്യുന്ന ഈ ടിപ്പ് ഇതിന് കുറച്ചും കൂടി ഒരു ക്രഞ്ചിനെസ്സും ഒരു ടേസ്റ്റും ഒക്കെ വരുത്തുന്നതാണ്. ഞാൻ കാണിച്ചു തരാം അതിപ്പം എന്തുവാ ഞാൻ ചെയ്യാൻ പോണെന്നുള്ളത്. ഇനി നമ്മുടെ സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് നമുക്ക് ചേർത്ത് കൊടുക്കാം. അതായത് ഒരു സവോള കുഞ്ഞായിട്ടെടുത്ത് അരിഞ്ഞ് നല്ല നൈസായിട്ട് വേണം അരിയാനായിട്ട്. അത് അരിഞ്ഞതിനകത്തോട്ട് 2-3 തുള്ളി നാരങ്ങ നീര് ചേർത്ത് ഒരു നുള്ളു ഉപ്പ് ചേർക്കുമ്പോൾ സൂക്ഷിച്ചോളുക. നമ്മൾ ഓൾറെഡി ഉപ്പെല്ലാം ഇട്ട് റെഡിയാക്കി വെച്ചിരിക്കുന്നതാണ് നമ്മുടെ ഇറച്ചിച്ചോറ്. ഇനി ഈ ഉപ്പും കൂടെ വന്ന് അതിനകത്ത് കൂടി പോകരുത്. ഇട്ടില്ലെങ്കിലും ഒന്നുമില്ല. നാരങ്ങാനീരും ഉള്ളിയും കൂടെ തന്നെ ആയാലും നന്നായിട്ടൊന്ന് കൈയും കൊണ്ട് ഞെരടിയിട്ട് ഈ ചോറിൻ്റെ ലാസ്റ്റ് സ്റ്റേജിലാണ് നമ്മളിത് ആഡ് ചെയ്യുന്നത്. അപ്പോഴെന്ന് വെച്ചാൽ തീയൊന്നുമില്ല, ഇത് വേകേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ ആ ചോറുണ്ണുമ്പം അതിൻ്റെ ഇടയ്ക്ക് ഇതും കൂടി ഒന്ന് ഈ സവോളയും കൂടെ നമുക്കൊന്ന് കടിക്കാനൊക്കെ കിട്ടും. ആ ഒരു ക്രഞ്ചിനെസ് ഇതിൻ്റെ ടേസ്റ്റിനെ ഹൈലൈറ്റ് ചെയ്യത്തേ ഉള്ളൂ. അപ്പോൾ അത്രയ്ക്ക് ടേസ്റ്റിയാണ് ഈ ഇറച്ചിച്ചോറ്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഞാനിതൊരു പ്ലേറ്റിലേക്ക് മാറ്റിക്കഴിഞ്ഞു. എല്ലാം കൂടി ഒരു 10 മിനിറ്റിൻ്റെ ആവശ്യമൊന്നും വരത്തില്ല. ഒരു 5-6 മിനിറ്റ് കൊണ്ട് സംഭവം റെഡിയായി കിട്ടും നമുക്കിത്. കണ്ടില്ലേ, നല്ല ടേസ്റ്റിയും ആണ്. ഒരു വെറൈറ്റി അല്ലേ, എപ്പോഴും ഒരേ കാര്യങ്ങളും കഴിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ പിള്ളേർക്കൊരു വെറൈറ്റി ആയിട്ട് നമുക്കിത് റെഡിയാക്കി കൊടുക്കാവുന്നതാണ്. നല്ലൊരു റൈത്തയും കൂടെ ഉണ്ടാക്കിയിരിക്കുക. ടൊമാറ്റോ റൈത്ത ആണെങ്കിലും നല്ലതാണ്. ഇതിന് നല്ലൊരു കോമ്പിനേഷനാണ്. പിക്കിളും കൂടി ഉണ്ടെങ്കിൽ നല്ല ഗംഭീര ഡിഷാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീണ്ടും പുതിയൊരു ഡിഷിൽ കൂടെ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ ബൈ.